ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ വീണ്ടും വന്നു. ഇന്നൊരു നല്ലൊരു കറിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഫിഷ് മോളി. ഇത് ഫിഷ് സ്റ്റൂ എന്നും പറയും, ഫിഷ് മോളി എന്നും പറയും. ഇത് കേരളക്കാരുടെ പ്രിയപ്പെട്ട ഒരു കറിയാണ്. സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ മസാലകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന മീൻ കറിയാണ് ഫിഷ് മോളി. ഇത് വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം, അതുപോലെ പൊറോട്ട, ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഈ മീനാണെങ്കിൽ കുറച്ച് വറുത്തിട്ട് ബാക്കി കറിയിലും കൂടി ഇട്ട് വെന്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് ഇതിന്. ഇത് നല്ലതായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു 1/2 കിലോ ആവോലിയാണ് എടുത്തേക്കുന്നത്. നല്ല വൃത്തിയായി കഴുകി എടുത്ത് ഒരു 550 ഗ്രാം കാണും. ഒരു 1/2 കിലോ കൺസിഡർ ചെയ്താൽ മതി. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സൂക്ഷിക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞ്, ഒരു വലിയ പീസ് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞ് വേണം. പച്ചമുളക് ഒരു 10-12 പച്ചമുളക് വേണം. ഇതിന് ഈ പച്ചമുളകിൻ്റെ എരിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സവാള 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത് നമുക്ക് വേണം. അതും അരിഞ്ഞ് മാറ്റി വയ്ക്കാം. നന്നായി സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം അത്. പിന്നെ അതുപോലെ ടൊമാറ്റോ 2 എണ്ണം, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ. ഞാൻ സ്കിന്നും സീഡ്സും കളഞ്ഞാണ് എല്ലാ കറികൾക്കും എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഞാൻ എടുക്കുകയാണ് 2 എണ്ണം. ഇനി വേണ്ട ക്യാപ്സിക്കം. ഇതിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഞാൻ ഹാഫാണ് എടുത്തേക്കുന്നത്. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം. കാരണം ഒരുപാട് വേണ്ട. ഇത് ക്യാപ്സിക്കം ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ തരുന്ന കാര്യമാണ്. വളരെ ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ ക്യാപ്സിക്കം ഇട്ടിട്ടാണ് തരുന്നത്. അതിൻ്റെതായ രുചി നമ്മുടെ കറിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടാത്ത ഒരു കാര്യം തന്നെയാണ് ക്യാപ്സിക്കം. അതുകൊണ്ടിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ തന്നെ 10 കുരുമുളക്, 4 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ ബേ ലീഫ് 1 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചതച്ചെടുക്കണം. ഈ സ്പൈസസ് ഒക്കെ നമുക്ക് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 10-15 കാഷ്യൂസ് ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതും ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞാനീ പറഞ്ഞ പോലെയൊക്കെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്കും. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടുക് വറുക്കുമ്പോൾ ആഡ് ചെയ്ത് ചേർക്കാനാണിത്, വഴറ്റി ചേർക്കാനാണ്. ഒരു 5-6 കാഷ്യൂസും ഒരു 10-12 റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാഷ്യൂസ് സ്പ്ലിറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത്. വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കേണ്ടത്. കടുക് വറുക്കാനായിട്ടുള്ള കടുക്. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, 2-ാം പാലും 1 കപ്പ് 1-ാം പാലുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് മീനെല്ലാം വറുത്തെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീനെടുത്ത് ഞാൻ വറുത്തെടുക്കണം. ഷാലോ ഫ്രൈ മാത്രമാണ് ഇത് കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് മാറ്റണം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരുപാട് ഹാർഡായി പോകണ്ട. ഒരു ചെറിയ രീതിയിൽ സോഫ്റ്റായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള മീനാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ നല്ല ടേസ്റ്റുള്ള മീൻ. ഇതേപോലെ ഒരു ചെറിയ രീതിയിൽ വറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ, ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം.
നമുക്കിതിൽ എരി തരുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. മെയിനായിട്ട് പച്ചമുളകാണ്. അത് വഴറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന സ്പൈസസ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കായും ബേ ലീഫും അതുപോലെ തന്നെ പട്ടയും കുരുമുളകും, ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി കല്ലിലിട്ടെന്ന്. അതോടെ ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ട് നമുക്ക് ഉള്ളി, നമ്മളെടുത്ത് 3 ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതോടെ ഒന്നും ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റണം. വഴറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്ക് ബ്രൗണിൽ വറുത്ത് കോരുന്ന രീതിയിലല്ല ഇത് വഴലേണ്ടത്. ഒരുമാതിരി വഴന്നെടുത്താൽ മതി നമുക്കിത്. ഡാർക്കായിട്ട് വഴലണ്ട. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് വഴണ്ട് മാറുമ്പോഴത്തേനും നമുക്കത് മാറ്റിയിട്ട് ചട്ടിയിലാണ് ഞാനിപ്പോൾ കറി വയ്ക്കാൻ പോകുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ 2-ാം പാലില്ലേ, എടുത്ത് വെച്ച 2-ാം പാല്, ആ 2 കപ്പ് തന്നെയാണ് ഞാൻ അളന്ന് വെച്ചേക്കാണ്. അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ വഴറ്റാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും വേറെ എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഈ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന എണ്ണ കളയാതിരിക്കാനായിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂസ് ഇല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കാഷ്യൂസ് അരച്ച് വെച്ചത് ആ മിക്സിയിൽ കഴുകിയിട്ട് അല്പം വെള്ളം ഒഴിക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ടൊമാറ്റോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ നേരത്തെ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ, സാധാരണ കറികളെ പോലെ. കാരണം ഇത് ഒരുപാട് വെന്ത് പോകണ്ട. ഈ ടൊമാറ്റോയും പിന്നെ ക്യാപ്സിക്കും ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല. അതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എടുത്ത് കഴിക്കുന്ന രീതിയിൽ, ഒന്ന് കടിക്കുന്ന രീതിയിൽ തന്നെ ആ കറിയിൽ കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലാതെ ഒരുപാട് വഴന്ന് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി വറുത്ത് വെച്ചേക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിടാം. കാരണം ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അപ്പോൾ ഒരുപാട് ഡീപ് ഫ്രൈ അല്ലല്ലോ. അപ്പം ഇത് വളരെ സൂക്ഷിച്ച് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു തവി കൊണ്ടൊന്നും ഇളക്കരുത്. ചട്ടവും കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും ഇളക്കരുത്. ഇത് നമ്മൾ കറിക്ക് മാത്രമാണ് ഈ കറി ഇളക്കുന്നത്. ഇപ്പോൾ ഞാനൊരു അതിൻ്റെ പുറത്തോട്ട് മാത്രം ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്, അതൊന്ന് ഡിപ്പാകാൻ വേണ്ടി. ഇപ്പോൾ ഇതൊക്കെ അതങ്ങ് ഡിപ്പായിക്കോളും. ഇനി നമുക്കൊന്ന് കറക്കി കൊടുക്കാം. നമ്മൾ 2-3 വട്ടം ഇതിങ്ങനെ കറക്കി കൊടുക്കുമ്പോഴാണ് കറി നന്നായിട്ട് മിക്സ് ആവുന്നത്. നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ചെയ്യരുത്. ഇത് ഒരുപാട് നേരം കിടന്ന് വേവരുത്. ചെറുതായിട്ട് തിളച്ച് ഒന്ന് പറ്റി വരുമ്പോഴത്തേനും നമുക്ക് പുളി ആഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ ഫിഷ് മോളിക്കൊന്നും നമ്മൾ ഈ തോട്ടുപുളിയൊന്നും ആഡ് ചെയ്യാറില്ല പൊതുവെ. ഈ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ആണ് എല്ലാവരും ആഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ മീൻ കറി ആയതുകൊണ്ട് തോട്ടുപുളി ഇടാനാണ് ഇഷ്ടം. അപ്പം ഞാൻ തോട്ടുപുളി, ഒരു ചെറിയ കഷ്ണം തോട്ടുപുളി മാത്രം ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ 1 സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ 1 സ്പൂൺ വിനീഗറോ ഒഴിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് ടേസ്റ്റ് ആവും. ആ ഫിഷ് മോളിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. കറി ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, 1-ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി, നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ നമ്മൾ ഈ പുളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചുമന്ന കറിയൊക്കെ വെക്കുന്ന പോലത്തെ ആ പുളി വേണ്ട. മറ്റു മീൻ കറിയൊക്കെ വെക്കുന്ന പോലത്തെ പുളി വേണ്ട കേട്ടോ. ഇതൊരു ചെറിയ പുളി മതി. അതുകൊണ്ടാണ് ചെറിയൊരു കഷ്ണം പുളി ഞാൻ ഇട്ടത്. നിങ്ങൾ നാരങ്ങ നീരോ വിനീഗറോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ അതിന് കറക്റ്റ് പുളി കിട്ടും. തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കടുക് വറുക്കണം. ഒരു ചെറിയ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കടുക് കൂടി ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മുടെ കാഷ്യൂസും റൈസിൻസും. ഇതൊരു ഭയങ്കര ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. ഈ കറിക്ക് നമ്മൾ കടുക് വറുത്ത് ചേർത്തിട്ട് അതോട് ചേർത്തുള്ള കറി നമ്മൾ കഴിക്കുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് മൂക്കുമ്പോഴത്തേനും നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞ അതേ അളവുകളും അതേ രീതികളും ഒന്ന് ചെയ്ത് നോക്കുക. സാധാരണ ഫിഷ് മോളി വെക്കുന്ന പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്, ഒരു സ്പെഷ്യൽ ഫിഷ് മോളിയാണ്. നല്ല ടേസ്റ്റ് തരുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാരണ ഫിഷ് മോളിക്കൊക്കെ ക്യാപ്സിക്കം ചേർക്കുമോ അല്ലെങ്കിൽ കാഷ്യൂസും റൈസിൻസും ആയിട്ട് ചേർക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവർ തരുന്നത്. നല്ല രസമാണ് അത് കഴിക്കാൻ അല്ലേ. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂസ് അരച്ച് ചേർത്തിട്ടുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ റൈസിൻസ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് പ്രത്യേകിച്ച്, കാരണം ഇത് കഴിക്കുന്നത് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങളത് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിച്ചു. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ടയിൽ നമ്മൾ ഈ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതായിട്ട് കുതിർത്തിട്ട് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എത്ര പറഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ചെയ്ത് കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തക്കാളിയൊന്നും ഒരുപാട് വെന്ത് വഴന്ന് അങ്ങനെയൊന്നും ഉള്ള കറിയല്ല ഇത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും തക്കാളിയുടെ ആ ഒരു വേവ് മതി ഇതിന്. അതുപോലെ ക്യാപ്സിക്കവും വെന്ത് പോകരുത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്. അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മൂത്ത് പോകരുത്, ഷാലോ ഫ്രൈ മാത്രമേ ആകാവൂ. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ നിങ്ങൾ തടി കൊണ്ട് വേറെ ഒന്നും കൊണ്ട് ഇളക്കണ്ട, നിങ്ങൾ കറക്കി കൊടുക്കാവൂ. ഇതുപോലെ പൊറോട്ടയിലൊക്കെ നമ്മൾ കറി അങ്ങോട്ട് ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയാമോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചുമന്ന മുളക് ആഡ് ചെയ്യാം, വഴറ്റി ചേർക്കുമ്പോൾ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഒരു കളർ തന്നെയാണ് അതിന് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളകും കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് നല്ലത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആ ചുമന്ന മുളക് ആഡ് ചെയ്യാം. പിന്നെ സാധാരണ ഗരം മസാല ആഡ് ചെയ്യും. ഞാനിവിടെ സ്പൈസസ് ചതച്ചാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ മതി, അത്രയും മതി അതിന്. അപ്പോൾ ഗരം മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ഞാനത് ചേർത്തില്ല. ഇങ്ങനെയുള്ള നമ്മൾ കറുവപ്പട്ടയും അതുപോലെ തന്നെ ഏലക്കയൊക്കെ ചതച്ച് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോസ് ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്പെഷ്യൽസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും എത്താം. അതുവരെ ബൈ ഫ്രം ജെ ഫുഡ് വേൾഡ്. കൃഷ്ണ പറയുന്നോ? ഓക്കെ.